പടം നമ്മളെ മേക്കിംഗ് തന്നെയാണ് മെയിൻ, വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫാണ് വേറെ ലെവല്. നമ്മളിങ്ങനെ കണ്ടിരുന്നിട്ട് പടം എന്തോ ആണെന്ന് തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഈ കടവുള പോലെ വെച്ചിട്ട് ഒരു ലാലേട്ടൻ്റെ ഇൻട്രോ ഉണ്ട്, ഒരു രക്ഷയില്ല. അതിനുവേണ്ടി മാത്രം കാണാം പടം. മേക്കിംഗ് തന്നെയാണ് മെയിൻ, വേറെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ മലയാളത്തിൽ ചെറിയ വലിയ പടം അത്രയേ ഉള്ളൂ. എടുത്തു പറയാൻ മേക്കിംഗ് തന്നെയാണ്, മേക്കിങ്ങും വിഷ്വൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ. ഓരോ സീനും നോക്കി ചെയ്തിട്ടുണ്ട്. സ്റ്റോറിയും കാര്യങ്ങളും നോക്കിയില്ല, പക്ഷേ ബാക്കിയുള്ളതിലെല്ലാം ഭയങ്കരമായിട്ട് പൃഥ്വിരാജ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി പാർട്ട് 3 വെച്ചിട്ടുണ്ട്, പാർട്ട് 3 എങ്ങനെയാണെന്ന് നോക്കണം. ഹൈപ്പിനനുസരിച്ചുള്ള ലെവലും കാര്യങ്ങളൊന്നും ഇല്ല, മറ്റേ ക്യാമിയോ എല്ലാം സർപ്രൈസ് ഭയങ്കരമായ ലെവലും അതനുസരിച്ചില്ല. പക്ഷേ മേക്കിംഗ് തന്നെയാണ് പടം, മേക്കിങ്ങിൽ പടം പിടിച്ചേക്കും. അംബാസഡർ 800 പോയി. അംബാസഡർ എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞിട്ട് പൊക്കി കൊണ്ടുവന്ന് അവൻ വെറും 800 മാരുതി 800. ഈ പറയണ ഹൈപ്പിനൊന്നുമില്ല, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. എല്ലാവരും വന്ന് കാണും ഒരു പ്രാവശ്യമെങ്കിലും. എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ആണെന്നുള്ള ചിന്തയിൽ. കാരണം മനുഷ്യർക്ക് അഹങ്കാരം എന്ന് പറയുന്നത് ഒരു പരിധി വരെ ആവുള്ളൂ, അതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. പണം ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ലൂസിഫർ പ്രതീക്ഷ നമ്മൾ ഈ പടത്തിന് വരില്ല. കാരണം ലൂസിഫർ ഒരു കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പടം, ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു പടമാണ്. പടം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് 1 മണിക്കൂറിന് ശേഷമാണ് മോഹൻലാലിനെ കാണിക്കുന്നത്, അത് മാത്രമാണ് ഒരു സങ്കടമായിട്ട് തോന്നിയത്. എടുത്തു പറയാനുള്ളത് മേക്കിംഗ് തന്നെയാണ്. ഡയറക്ഷൻ ഒരു രക്ഷയില്ല. നമ്മളെ മലയാളത്തിന് അഭിമാനിക്കാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. പൃഥ്വിരാജിൻ്റെ മേക്കിംഗ് ആണല്ലോ എടുത്ത് പറയേണ്ടത്. പൃഥ്വിരാജ് ആണോ ഇത് ഡയറക്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആക്ഷനും എല്ലാം നല്ല രീതിയിൽ പടം ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് പടം നന്നായിരുന്നു കേട്ടോ, നല്ല മാസ് പടമാണ്. എടുത്ത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മളെ പൃഥ്വിരാജിനെ കൂടെ പറയാമല്ലോ, നല്ല ഹോളിവുഡ് റേഞ്ചിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന പോലെയൊക്കെ ഇരിക്കും. പിന്നെ മുരളി ഗൗരിയുടെ സ്ക്രിപ്റ്റും മോഹൻലാലിൻ്റെ മാസ് പൊളിയായിട്ടുണ്ടായിരുന്നു. പടം വിചാരിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ട്. നമ്മൾ ലൂസിഫറിനെ വിചാരിച്ച് വന്നതല്ലേ, അതിനേക്കാൾ നന്നായിട്ടുണ്ട്. സൂപ്പർ ഡയറക്ഷനൊക്കെ ലൂസിഫറിനെ കണ്ടി അടിപൊളി. ലൂസിഫറിൻ്റെ ഡയറക്ഷൻ ലെവൽ വേറെ, ഇതിൻ്റെ ഡയറക്ഷൻ ലെവൽ വേറെ. നമ്മളൊരു ഹോളിവുഡ് സിനിമയെ കണ്ടുകൊണ്ടിരിക്കത്തില്ലേ, അതുപോലെ ലാലേട്ടൻ്റെ ഓരോ പോസ്റ്റിനും ഓരോ സീൻസിനും ഓരോ എൻട്രിക്കും കിടിലമായിട്ട് ഫ്രെയിംസൊക്കെ ഓരോന്നും കിടിലമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എല്ലാ സീൻസെല്ലാം നല്ല എടുത്തതിൻ്റെ വിഷ്വൽസും അതിൻ്റെ അതൊക്കെ തന്നെ പ്രതീക്ഷൻ്റെ അപ്പുറത്തും ഏറ്റവും നല്ലൊരു പടം. വളരെ നല്ല സംവിധാനം, വളരെ നല്ല അനുഭവം, ദൃശ്യാനുഭവം. മലയാളത്തിലെ ഏറ്റവും നല്ലൊരു ദൃശ്യാനുഭവത്തിലുള്ള ഒരു മുതൽക്കൂട്ടുള്ളൊരു പടം തന്നെയായിരിക്കും, യാതൊരു മാറ്റമില്ല. മൂന്നാമത് ദിവസമനെ കാട്ടിക്കൊള്ളും നല്ല എല്ലാ മേഖലകളിലും നല്ല രീതിയിലുള്ള ഒരു സംവിധാനം. മൂന്നാമതൊരു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ലാലേട്ടൻ സൂപ്പർ. കുഴപ്പമില്ല, ഇല്ല അത്രയും വന്നില്ല. ലൂസിഫറിൻ്റെ കുഴപ്പമില്ല, ജസ്റ്റ് എന്താ കുഴപ്പമില്ല, അത്രേ പറയുള്ളൂ. വലിയ സീൻ വലിയ ഹൈപ്പിൻ്റെ അത്ര ഇല്ലായിരുന്നു, കൊടുത്ത അത്ര ഇല്ലായിരുന്നു. സാധാരണ ഒരു നോർമൽ കഥ. പക്ഷേ തേർഡ് പാർട്ടിയിൽ എന്തെങ്കിലും കാണുമായിരിക്കും. എടുത്തു പറയാൻ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ കുറച്ച് മാസീനുണ്ടായി, അതൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ഹോളിവുഡ് ലെവലൊക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ.